ബോഡി ഫുൾ ബോഡി ആയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ബോഡി പാർട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ചെറിയൊരു ഒരു സ്പാർക്കും കൂടി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരെയും ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. സേഫ്റ്റി അവരുടെയും കൂടെ എൻഷുർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം 7 ആണ്. ബോഡി പാർട്സ് നമ്മൾ DNA സാമ്പിളിങ് കഴിഞ്ഞാൽ മാത്രമാണ് അത് എത്ര എണ്ണം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 7 പേരുടെയാണ് നമ്മൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമ്മൾ മാക്സിമം ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതിൻ്റെ കറക്റ്റ് 30-നും 40-നും ഇടയ്ക്ക് ആളുകൾ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അല്ല, നമുക്കിവിടെ ഇപ്പോൾ ലൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ സേഫ്റ്റി നമ്മൾ മുൻനിർത്തിയാണ് അവരെല്ലാവരെയും നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അവരെല്ലാം അകത്ത് തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ അവിടെ നിന്ന് പറഞ്ഞ ഡാറ്റ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അതിൻ്റെ അക്യുറസി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുണ്ട്. കുറച്ച് പേർക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജിലെ റെസ്പോൺസിന് വേണ്ടിയിട്ട്. അതെ. ആശുപത്രിയിൽ നമ്മുടെ ടീമിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. എറണാകുളത്ത് നിന്നൊരു ടീം എത്തിയിട്ടുണ്ട്, പാലക്കാട് നിന്നൊരു ടീം എത്തിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്നൊരു ടീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടീമിന് ഓൾറെഡി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതിലൊരു 5 പേര് സീരിയസ് ആണ്, ഒരാൾ വെന്റിലേറ്ററിലാണ്. ഡ്രോൺ പരിശോധന ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. അതെ. ലൈസൻസി ആയിട്ടുള്ള വ്യക്തി ഒരു സ്വകാര്യ ആശുപത്രിയിലാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അത് ഞാനൊന്ന് പരിശോധിച്ചിട്ട് പറയാം. എല്ലാവരും ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? തൊഴിലാളികളെല്ലാം അതിന്റെ കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. എല്ലാവരും ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ അതോ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള? അതെല്ലാം നമുക്കിനി ആളുകളെ തിരിച്ചറിഞ്ഞ് റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് മാത്രമാണ് ഫർദർ ഡീറ്റെയിൽസ്. 7 പേരാണ് നമുക്ക്. അത് എത്ര എണ്ണമാണെന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. DNA സാമ്പിളിംഗ് അടക്കമുള്ളത് ചെയ്തിട്ട് വേണം നമുക്ക് ആളുകളെ തിരിച്ചറിയാനായിട്ട്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കും. നമ്മൾ മാക്സിമം അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.